നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിഖ്യാത ഹോളിവുഡ് നടൻ ജീൻ ഹാക്മാന്റെയും ഭാര്യ ബെറ്റ്സിയുടെയും മരണത്തിൽ ദുരൂഹതയേറുകയാണ്. ഇട്ടുമൂടാനുള്ള സ്വത്തുക്കളാണ് ഇരുവർക്കും ഉണ്ടായിരുന്നത്. ശതകോടികൾ വിലമതിക്കുന്ന കൂറ്റൻ കൊട്ടാരത്തിലാണ് ഈ ദമ്പതികൾ ആരുമറിയാതെ മരിച്ചു കിടന്നത്. അഴുകിയ നിലയിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ കാണപ്പെട്ടിരിക്കുന്നത്. 95-കാരനായ ഹാക്മാൻ 2 തവണ ഓസ്കാർ പുരസ്കാരം നേടിയ അഭിനേതാവാണ്. 64-കാരിയായ ഭാര്യ ബെറ്റ്സി പ്രശസ്തയായ പിയാനോ വിദഗ്ധയാണ്. ഇവരുടെ കുളിമുറിയിൽ ചില ഗുളികകൾ ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. മൃതദേഹങ്ങളെല്ലാം തന്നെ അഴുകിയ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. മുഖം വീർത്ത നിലയിലും കൈകാലുകൾ വരണ്ടുണങ്ങിയ നിലയിലുമാണ് കാണപ്പെട്ടത്. ഹാക്മാന്റെ ശരീരവും ഇതേ രീതിയിൽ കണ്ടെത്തിയത്. ഇവരുടെ വീട്ടിൽ അറ്റകുറ്റപ്പണികൾക്കായി എത്തിയ 2 പേരാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വീടിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ആരുടേതാണെന്ന് വാർത്തകൾ പുറത്തുവിടാൻ 12 മണിക്കൂറോളമാണ് എടുത്തത്. 2 ആഴ്ചയായി ഇവരെ പുറത്ത് കാണാനില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇവർ മരിച്ചിട്ടേറെ നാളായി എന്നാണ് അന്വേഷണ സംഘവും കരുതുന്നത്. ദമ്പതികളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ തന്നെയാണ് തീരുമാനം. കുളിമുറിക്കുള്ളിലാണ് മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ധാരാളം ഗുളികകളും ചിതറിക്കിടപ്പുണ്ടായിരുന്നു. ഗുളികകൾ ഏത് തരത്തിൽപ്പെട്ടതാണെന്ന് ദമ്പതികളിൽ ആരാണ് ഇത് ഉപയോഗിച്ചിരുന്നതെന്നും കണ്ടെത്തേണ്ടതുണ്ട്. ഹാക്മാന്റെ മൃതദേഹത്തിൽ തലയുടെ അടുത്തായി ഒരു ഹീറ്റർ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഒരു മൃതദേഹം അടുക്കളയുടെ തൊട്ടടുത്തുള്ള മുറിയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. പൂർണ്ണമായ വസ്ത്രം ധരിച്ചിരുന്ന നിലയിലായിരുന്നു മൃതദേഹം. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സൺഗ്ലാസും വാക്കിംഗ് സ്റ്റിക്കും മൃതദേഹത്തിനടുത്ത് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. നിലത്ത് വീണതിന്റെ ആഘാതത്തിലാണോ മരണം സംഭവിച്ചതെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ബെറ്റ്സിയുടെ മൃതദേഹവും വസ്ത്രം ധരിച്ചു തന്നെയാണ് കാണപ്പെട്ടത്. കാർബൺ മോണോക്സൈഡ് ലീക്ക് ചെയ്തതിനെ തുടർന്നാണ് ഇരുവരും മരിച്ചതെന്നാണ് ഹാക്മാന്റെ മകൾ സംശയിക്കുന്നത്. ഇവരുടെ വളർത്തുനായി മരിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഹാക്മാൻ $80 മില്യൺ ആസ്തിയാണുള്ളത്. 2004-ൽ സിനിമയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അദ്ദേഹം പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടാറില്ലായിരുന്നു. 2 തവണ ഓസ്കാർ നേടിയ അഭിനേതാവാണ് ജീൻ. ഭാര്യ ബെറ്റ്സി പിയാനിസ്റ്റാണ്. സൂപ്പർമാൻ, ഫ്രഞ്ച് കണക്ഷൻ, അൺഫോർഗിവൻ, മിസിസിപ്പി ബേണിംഗ്, ബോണി ആൻഡ് ക്ലൈഡ്, റൺ അവേ ജൂറി എന്നീ ചിത്രങ്ങളിലെ അഭിനയമാണ് ജീൻ ഹാക്മാനെ പ്രശസ്തനാക്കിയത്. 6 പതിറ്റാണ്ടിലേറെ നീണ്ട ഒരു കരിയറാണ് ജീൻ്റേത്. ഓസ്കാറിന് പുറമെ 2 ബാഫ്റ്റ അവാർഡുകൾ, 4 ഗോൾഡൻ ഗ്ലോബുകൾ, ഒരു SAG അവാർഡ് എന്നിവയും താരത്തിന് ലഭിച്ചിട്ടുണ്ട്. 1972-ൽ ദി ഫ്രഞ്ച് കണക്ഷനിലെ ഡിറ്റക്റ്റീവ് ജിമ്മി പോപ്പെ ഡോയിൽ എന്ന കഥാപാത്രത്തിനാണ് ഓസ്കാർ അവാർഡ് ആദ്യം ലഭിച്ചത്. അന്ന് മികച്ച നടനുള്ള അവാർഡിനാണ് ജീനെ തേടിയെത്തിയത്. 1992-ൽ വെസ്റ്റേൺ അൺഫോർഗിവൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനിലൂടെയാണ് ജീനെ തേടി വീണ്ടും അക്കാദമി അവാർഡ് എത്തിയത്. ഏതായാലും ഇരുവരുടെ മരണത്തിലും ഏറെ ദുരൂഹതകൾ ഏറുകയാണ്. പോലീസ് വിശദമായുള്ള അന്വേഷണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്.